അഭിരാമി, അടിയോടടി കൂട്ടയടി, അതിൽ ഓരോ ലേഡിയെ കാണുമ്പോൾ അറിയാം ഒട്ടും വയ്യാണ്ട് പോയിരിക്കുന്നതും ഒക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇത് എന്തിനെ ചൊല്ലിയായിരുന്നു ഈ ഒരു അടി മെട്രോയിൽ നടന്നത്? സേതു, ഡൽഹി മെട്രോയിൽ ഇത്തരത്തിലുള്ള അടി ഒരു പുതിയ സംഭവമല്ല. സ്ഥിരം ഡൽഹി മെട്രോയിൽ ഇത്തരത്തിലുള്ള കൂട്ടയടികളുടെ വാർത്തയൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഡൽഹി മെട്രോയിൽ ഇതൊരു സ്ഥിരം സംഭവം പോലെ പോകുന്നൊരു സാധനമാണ്. ഇത് സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റിലുണ്ടായ ഒരു അടിയാണ്. അവിടെ ആ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ കുത്തി നെരുങ്ങി ആളുകളുണ്ട്. അവർക്ക് ഒന്ന് നിൽക്കാൻ മാത്രമുള്ള സ്ഥലമാണ് അവിടെ ഉള്ളത്. അതിനിടയിലാണ് ഇവർ തമ്മിൽ തല്ലുന്നത്. ഇവർ തല്ലുന്നതിൻ്റെ കാരണം എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ആ ചെറിയൊരു സ്പേസിൽ നിന്നിട്ട് പരസ്പരം വാശിയോടെ ഒരാളും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മുടിയിൽ പിടിച്ചും വലിച്ചും നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. അത്തരത്തിൽ അങ്ങനെ അവർ നിന്ന് തല്ലുകയാണ്. ഇത് കണ്ടിട്ട് ആൾക്കാർ, നമ്മൾ വീഡിയോ കണ്ട പോലെ ആൾക്കാർ പിടിച്ചു മാറ്റാനൊക്കെ വരുന്നുണ്ട്. എന്നിട്ടും ഇവർക്കൊരു ഇതില്ലാതെ അവരങ്ങനെ തല്ലിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഏതൊരു പൊതുവാഹനമായാലും നമ്മൾ പല ആവശ്യത്തിന് പോകുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ നിസ്സാര കാര്യത്തിന് നമ്മുടെ KSRTC ബസ്സിലൊക്കെ തന്നെ കണ്ടിട്ടില്ലേ, നിസ്സാര കാര്യത്തിനാവും പരസ്പരം തമ്മിൽ തല്ലുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യമായിരിക്കും. അതിനാണ് ഇങ്ങനെ ഈ സ്ത്രീകൾ തമ്മിൽ തല്ലുന്നത്. എന്നാലും ഇത് ഒരു നല്ല പ്രവണതയല്ല. ഇത് Xലാണ് ആദ്യം ഈ വീഡിയോ അഭിരാമി. ഇത് ഒരിക്കലും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രവണതയല്ല. ഈ പറഞ്ഞതുപോലെ അഭിരാമി പറഞ്ഞതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അതിനാണ് ഇത്രയും വലിയ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത്. പ്രകോപനം കൊണ്ട് ഇത്രയും വലിയൊരു വഴക്കും അടിയൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ